ഓക്കെ. അപ്പോൾ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലെ സെക്കൻഡ് സബ് ചാപ്റ്ററാണ് പറയുന്നത്. സെൻസറി പെർസെപ്ച്വൽ പ്രോസസ്സ്, സെൻസേഷൻ, പെർസെപ്ഷൻ, മെമ്മറി എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഇത് സൈക്കോളജിയിലാണെന്നുണ്ടെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് സെൻസേഷനും പെർസെപ്ഷനും മെമ്മറി എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സെൻസേഷൻ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. സെൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയില്ലേ, നമ്മുടെ കണ്ണ്, അതുപോലെ തന്നെ നാവ്, അതുപോലെ നമ്മളുടെ ആ ഒരു സ്പർശനം വഴി അറിയുമല്ലോ, നമ്മളുടെ ശരീരത്തിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാലും. അപ്പോൾ ആ ഒരു കഴിവ്, പിന്നെ നമുക്ക് ശ്വസനത്തിനുള്ള കഴിവ്, അങ്ങനെ കേൾക്കാനുള്ള കഴിവ്, ഇങ്ങനെ ഈ 5 കഴിവുകൾ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഒരാൾ നമ്മളെ അടിച്ചു കഴിഞ്ഞാൽ നമ്മളത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ, ഒരാൾ നമ്മളെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാകുന്നുണ്ട്, ഒരാൾ നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അപ്പോൾ ചില സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? നമ്മുടെ സെൻസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ പേഴ്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സെൻസ് ചെയ്ത കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാനൊരു ആനേനെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ആനേനെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എനിക്ക് മുന്നേ വല്ല അനുഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു അനുഭവത്തിലൂടെ ആയിരിക്കും ഞാൻ ഒരു ആനയെ കാണുക. അപ്പോൾ ഉദാഹരണം, ഞാനൊരു ഉത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ ഒരു ആനയെ കണ്ടു. അപ്പോൾ ആ ആനയ്ക്ക് ചെറിയ രൂപത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആന ഉത്സവത്തിൽ ആകെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ആനയായിരുന്നു. അപ്പോൾ ഞാൻ പിന്നീട് ഒരു ആനയെ കാണുന്ന സമയത്ത് എനിക്കുണ്ടാകുന്ന ഞാൻ ആനയെ കാണുന്നൊരു വ്യൂ വ്യത്യാസം ഉണ്ടാകും. അതേപോലെ ഇപ്പോൾ വേറൊരാൾ ആനയെക്കുറിച്ച് തീരെ ഐഡിയ ഇല്ല, അയാൾ വേറെ ഏതോ നാട്ടിൽ നിന്ന് വന്നതാണ്, അയാൾ ആനയെ കാണുന്നതും വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു ധാരണയാണ്, നമ്മൾ ഈ സെൻസേഷൻ, നമ്മൾ ഈ ഒരു കണ്ട സാധനം, അതിനെക്കുറിച്ചിട്ട് പിന്നെ നമുക്കുണ്ടാകുന്ന ആ ഒരു ധാരണ, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള വിചാരം, അതിനെയാണ് പേഴ്സെപ്ഷൻ എന്ന് പറയുക. അപ്പോൾ പേഴ്സെപ്ഷൻ എന്നുള്ളത് പലർക്കും വ്യത്യാസം ഉണ്ടായിരിക്കും. സെൻസേഷൻ ഇപ്പോൾ ഒരുപോലെ തന്നെയാണെന്നുണ്ടെങ്കിലും പെർസെപ്ഷൻ വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ വരുന്നതാണ് മെമ്മറി. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം സെൻസേഷനെ പറയാം കേട്ടോ. സെൻസേഷൻ എന്നത് നമ്മുടെ മസ്തിഷ്കം കാഴ്ച, കേൾവി, രുചി, മണം, സ്പർശം എന്നീ 5 ഇന്ദ്രിയങ്ങളിലൂടെ പുറം ലോകത്ത് നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുന്ന പ്രക്രിയയാണ്. ഓരോ ഇന്ദ്രിയത്തിനും പ്രത്യേകതരം ഗ്രാഹകങ്ങൾ ഉണ്ട്. അതായത് ഗ്രാഹകങ്ങൾ മീൻസ് അത് ഇങ്ങനെ മനസ്സിലാക്കുന്ന സാധനങ്ങൾ കേട്ടോ. ഇവ പരിസ്ഥിതിയിലെ പ്രത്യേക ഉത്തേജകങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെ ന്യൂറോണൽ സന്ദേശങ്ങളായി മാറ്റുന്നു. അപ്പോൾ ഈ ന്യൂറോണൽ സന്ദേശങ്ങളായി മാറ്റുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഒരാളെ ഞാൻ കാണുന്നു. അപ്പോൾ ഞാൻ കാണുമ്പോൾ ഈ സാധനത്തിന് എന്ത് ചെയ്യും? ബ്രെയിനൊരു ഇൻഫർമേഷനായിട്ട് കൊടുക്കുന്നതാണ് ന്യൂറോണൽ സന്ദേശങ്ങളായി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു തലച്ചോറിന് അതിൻ്റെ ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഈ പ്രക്രിയയെ നമ്മൾ വിളിക്കുന്നു? ട്രാൻസ്ഡക്ഷൻ എന്ന് വിളിക്കുന്നു. ഇങ്ങനെ കൊടുക്കുന്ന ഈ ഒരു പ്രക്രിയ ട്രാൻസ്ഡക്ഷൻ എന്നാണ് വിളിക്കുക. ഇത് ധാരണയുടെ ആദ്യഘട്ടമാണ്. അപ്പോൾ ഓക്കെ, നമ്മൾ പറഞ്ഞത് ആദ്യം നമ്മളൊരു വസ്തുവിനെ കാണുന്നു. വസ്തുവിനെ കണ്ടിട്ട് അതൊരു ന്യൂറോളജിക്കലായിട്ടുള്ള ഒരു ഇൻഫർമേഷനായിട്ട്, അല്ലെങ്കിൽ ന്യൂറോണൽ ഒരു മെസ്സേജായിട്ട് നമ്മുടെ ബ്രെയിനിന് അത് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതിന് നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ട്രാൻസ്ഡക്ഷൻ എന്ന് വിളിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ ധാരണ എന്ന് പറഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് ഉണ്ടല്ലോ, സെൻസേഷൻ ശേഷമുള്ളതാണ് പേഴ്സെപ്ഷൻ. അപ്പോൾ ഈ പേഴ്സെപ്ഷൻ്റെ ആദ്യഘട്ടമാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സെൻസേഷൻ എന്നുള്ളത്, അല്ലെങ്കിൽ ട്രാൻസ്ഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രക്രിയ. ഇത് നമുക്ക് പരിസ്ഥിതി അനുഭവിക്കാനും പ്രതികരിക്കാനും സഹായിക്കുന്നുണ്ട്. ഓക്കെ. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, മുഖങ്ങൾ നമ്മൾ തിരിച്ചറിയുക, തീയിൽ നിന്നുള്ള പുക പോലുള്ള അപകടങ്ങൾ തിരിച്ചറിയുക തുടങ്ങിയവയൊക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഓക്കെ. പിന്നെ നെക്സ്റ്റ്, സംവേദനവും ധാരണയും മനഃശാസ്ത്രത്തിലെ പ്രധാന വിഷയങ്ങളാണ്. സംവേദനം മീൻസ് അതായത് നമ്മുടെ ഈ സെൻസേഷനായിട്ടോ പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും മനഃശാസ്ത്രത്തിലെ പ്രധാന വിഷയങ്ങളാണ്. മനഃശാസ്ത്രം മീൻസ് സൈക്കോളജിയുടെ പ്രധാന വിഷയങ്ങളാണ്. സംവേദനം എന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കാഴ്ച, കേൾവി, സ്പർശം തുടങ്ങിയവ ലോകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയാണ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞതാണ്, ഇങ്ങനെയുള്ള ലോകത്തിൽ നടക്കുന്ന പല വിവരങ്ങളും ശേഖരിക്കുക. അപ്പോൾ ഞാൻ പലതും കേൾക്കുന്നു, അതേപോലെ തന്നെ കാണുന്നു, അതേപോലെ തന്നെ ഞാൻ തൊടുമ്പോൾ എനിക്കത് മനസ്സിലാകുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ വിവരങ്ങളൊക്കെ ശേഖരിക്കുക, ഈ ഒരു പ്രക്രിയയാണ് നമ്മൾ സെൻസേഷൻ എന്ന് പറയുക, അല്ലെങ്കിൽ സംവേദനം എന്ന് പറയുക. എന്നാലോ ധാരണ എന്നത്, അതായത് നമ്മുടെ പേഴ്സെപ്ഷൻ എന്ന് പറയുന്നത്, ഈ ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള വിവരങ്ങളെ മസ്തിഷ്കം എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ കൊടുത്തിട്ടുള്ള വിവരങ്ങൾ, ഇപ്പോൾ സെൻസേഷനിലൂടെ ഞാൻ മനസ്സിലാക്കിയതാണ് ആന എന്ന് പറഞ്ഞിട്ടുള്ള വസ്തുവിനെ. അപ്പോൾ ആ ഒരു സെൻസേഷനിൽ നിന്ന് അത് ബ്രെയിനിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ബ്രെയിനിൽ ഓൾറെഡി എന്തുണ്ടാകും? ഈ ആനയെക്കുറിച്ചിട്ടുള്ള എൻ്റെ മുൻ കഴിഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ അനുഭവങ്ങൾ വെച്ചിട്ടായിരിക്കും നമ്മുടെ പേഴ്സെപ്ഷൻ ഉണ്ടാവുക, നമ്മുടെ ധാരണ ഉണ്ടായിത്തീരുക. ഓക്കെ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ ഒരു ആന ഇടയുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഈ ആനയെ കാണുമ്പോൾ ഉണ്ടായിരുന്ന ഫീൽ എങ്ങനെയായിരിക്കും? സ്വാഭാവികമായിട്ടും വലിയ പ്രശ്നമില്ല എന്നുള്ളതായിരിക്കും. പിന്നെ അതിന് ശേഷമാണ് ഈ ആന അതിന് ശേഷമാണ് പിന്നെ ഞാൻ ഈ ഒരു ആനേനെ കാണുന്നുണ്ടെങ്കിൽ
അവിടെ എൻ്റെ പെർസെപ്ഷൻ മാറും, എൻ്റെ അവിടെ അതിനെക്കുറിച്ചുള്ള ധാരണ മാറും. അപ്പോൾ അതാണ് പറയുന്നത്. ഇനിയിപ്പോൾ അതിനൊരു വേറൊരു ഉദാഹരണം പറയാം. ഞാൻ ഫസ്റ്റ് ഒരു ഫുഡ് കണ്ടു. ആ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു. അതായത് ഞാനിപ്പോൾ ഒരു ഫുഡ് ഫസ്റ്റ് ഞാനൊരു ഫുഡ് കണ്ടു, എന്നിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ആ ഫുഡ് കഴിച്ചു. അപ്പോൾ ഞാൻ ആ വസ്തുവിനെ കണ്ടിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സാധനം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ആ ഒരു വസ്തു കാണുമ്പോൾ എനിക്ക് മുൻധാരണ ഉണ്ടാവൂലേ? ഓക്കെ. പിന്നെ ആ ഒരു ധാരണയാണെന്ന് പറയാം. അപ്പോൾ ഞാൻ ഈ വസ്തു കാണുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വരുന്ന ആ ഒരു സാധനം ഉണ്ടാവില്ലേ, നമ്മൾ ബ്രെയിൻ തരുന്ന സാധനം ഉണ്ടാവില്ലേ, അതിനാണെന്തെന്ന് പറയുക ധാരണ എന്ന് പറയാം. അപ്പോൾ നമ്മൾ മുഖം തിരിച്ചറിയുക എന്നുള്ളതൊക്കെ അങ്ങനെ തന്നെ. നമ്മൾ മുന്നേ കണ്ട മുഖമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കൂട്ടുകാരനാണെന്നുണ്ടെങ്കിൽ മേ ബി നമുക്ക് മുന്നേ അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആളുടെ പേര് പറയും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ നിങ്ങളെവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു തരുന്നത് നമുക്ക് ആരാണ്, നമ്മുടെ ബ്രെയിനാണ്. അപ്പോൾ സംഭവം മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞ ധാരണ എന്നത് ഈ ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള വിവരങ്ങളെ മസ്തിഷ്കം എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതാണ്. പൊതുവായ സംവേദനങ്ങൾക്ക് ഉദാഹരണം സ്പർശം, അതേപോലെ തന്നെ വേദന, താപം എന്നിവയാണ് പൊതുവായിട്ടുള്ള നമ്മളുടെ സെൻസേഷൻ ഉണ്ടാവുക അല്ലേ. സ്പർശവും അതൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതേസമയം കാഴ്ച, കേൾവി, രുചി, മണം എന്നിവ പ്രത്യേക ഇന്ദ്രിയങ്ങളാണ്. ഓക്കെ. നമുക്ക് രണ്ടും വ്യത്യാസമൊന്നുമില്ല, പക്ഷെ പറഞ്ഞപ്പോൾ ഒന്ന് മാറ്റി പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഇവ മസ്തിഷ്കത്തിലേക്ക് സിഗ്നലുകൾ അയക്കുന്നുണ്ട്. സംവേദനവും ധാരണയും അടുത്ത ബന്ധമുള്ളവയാണെങ്കിലും സംവേദനം വിവരങ്ങൾ ശേഖരിക്കുന്ന പ്രക്രിയയാണ്. ഓക്കെ. സെൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഡിഫൈൻ ഒന്നും കൂടി മനസ്സിലാക്കി തരികയാണ്. സെൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു പ്രക്രിയയാണ്. എന്നാൽ പെർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അവയെ, അതായത് ഈ ശേഖരിച്ച വിവരങ്ങളെ ക്രമീകരിച്ചിട്ട് വ്യാഖ്യാനിക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ ഇതാണ് സംവേദനവും പെർസെപ്ഷനും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ. അപ്പോൾ പെർസെപ്ഷൻ ഓൾറെഡി നമുക്ക് മനസ്സിലായിട്ടുണ്ട്, എന്നാൽ കൂടെ നമ്മളൊരു ഇതാക്കിയിട്ട് ഒന്നും കൂടെ പറയുകയാണ്. പെർസെപ്ഷൻ എന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ച് ലോകത്തെ മനസ്സിലാക്കുന്ന പ്രക്രിയയാണ്. ഓക്കെ. ധാരണ എന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ച്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, ആ ഇന്ദ്രിയങ്ങൾ നമ്മൾ കണ്ടിട്ട് നമ്മളത് മനസ്സിലാക്കലാണ് സെൻസേഷൻ. ആ കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ട് അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ലോകത്തെ മനസ്സിലാക്കുന്ന ഒരു പ്രക്രിയയ്ക്കാണ് പെർസെപ്ഷൻ എന്ന് പറയുക. ഇതിൽ ഉത്തേജകങ്ങളെ തിരിച്ചറിയുക, അവയുടെ സ്വഭാവം നിർണ്ണയിക്കുക, അവയെ തിരിച്ചറിയുക എന്നിവ ഉൾപ്പെടുന്നുണ്ട്. കാഴ്ച, കേൾവി, രുചി, മണം, സ്പർശം തുടങ്ങിയ ഇന്ദ്രിയങ്ങളിലൂടെ ഇത് സംഭവിക്കുന്നത് പരിസ്ഥിതിയിലെ ഏതെങ്കിലും ഒരു വസ്തു ഇന്ദ്രിയങ്ങളെ ഉത്തേജിപ്പിക്കുമ്പോഴാണ് ഇന്ദ്രിയാനുഭവം ഉണ്ടാകുന്നത്. മനുഷ്യർ 5 ഇന്ദ്രിയങ്ങളുണ്ടെങ്കിലും അവയ്ക്ക് ചുറ്റുമുള്ള ലോകത്തെ പരിമിതമായ രീതിയിൽ മാത്രമേ തിരിച്ചറിയാൻ കഴിയൂ. റേഡിയോ തരംഗങ്ങളോ ഇൻഫ്രാറെഡ് രശ്മികളോ പോലുള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ മറ്റു ജീവികൾക്ക് ശാസ്ത്രീയ ഉപകരണങ്ങൾക്കോ കഴിയും. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യർക്കിപ്പോൾ കാണാൻ കഴിവുണ്ട് അല്ലെങ്കിൽ കേൾക്കാൻ കഴിവുണ്ട് എന്നൊക്കെ പറയുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന വോയിസിനൊരു ഡെസിബൽ ഉണ്ട്, അതേപോലെ തന്നെ മനുഷ്യന് കാണാൻ കഴിയുന്ന വസ്തുക്കൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. ഇത് പല ജീവികൾക്കും മനുഷ്യനെക്കാട്ടിലും കൂടുതലായിട്ട് കേൾക്കാനും കൂടുതലായിട്ട് കാണാനുള്ള കഴിവുകളുണ്ട്. എന്നിരുന്നാൽ കൂടെ മനുഷ്യന് കാണാൻ കഴിയുന്ന ആ ഒരു ലെവലിലാണ് നമുക്ക് പെർസെപ്ഷൻ നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയുക. അതായത് നമുക്ക് സെൻസ് ചെയ്യാൻ കഴിയുക എന്ന് ജസ്റ്റ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ സ്ലൈഡിൽ തന്നെ നമുക്ക് പെർസെപ്ഷനും സെൻസേഷനും തമ്മിലുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അത് തന്നെ പഠിച്ചാൽ തന്നെ ധാരാളമാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മലയാളത്തിലായതുകൊണ്ട് തന്നെ ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് വൈഡാക്കി എഴുതേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ. മനുഷ്യർക്ക് തങ്ങളുടെ ചുറ്റുപാടുകൾ പൂർണ്ണമായി തിരിച്ചറിയാനോ ധരിക്കാനോ കഴിയില്ല. അതായത് മനസ്സിലാക്കാനോ തിരിച്ചറിയാൻ കഴിയില്ല. മനുഷ്യർക്ക് ചുറ്റുപാടുകൾ മൊത്തം തിരിച്ചറിയാൻ കഴിയില്ല. അതിനുള്ള കാരണം എന്താണ്, മനുഷ്യ ഇന്ദ്രിയങ്ങൾക്ക് പരിമിതികളുണ്ട്. ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഇപ്പോൾ നായകൾക്ക് കഴിയുന്ന പോലെ മനുഷ്യന് കഴിയണമെന്നില്ല. അപ്പോൾ ഓരോ ജീവികൾക്ക് ഓരോ പ്രത്യേകതകളുണ്ട്. ചില ജീവികൾക്ക് ദൂരെയുള്ള സൗണ്ടുകൾ കേൾക്കാം, ചില ജീവികൾക്ക് ദൂരത്തേക്ക് കാണാം. അപ്പോൾ അതേപോലെ മനുഷ്യന് കഴിയില്ല. ഓക്കെ. ഉത്തേജകങ്ങളെ തിരിച്ചറിയുന്ന കോശങ്ങളായ സംവേദനഗ്രാഹകങ്ങൾ, അതായത് നമുക്ക് നൽകുന്ന, ഇപ്പോൾ എന്നെ ഒരാൾ അടിച്ചു, അപ്പോൾ ആ അടിച്ചത് തിരിച്ചറിയാൻ എന്നെ സഹായിക്കുന്നത് എന്തായിരിക്കും, ഈ ഒരു ഇങ്ങനെ പറയുന്നത് സംവേദനഗ്രാഹകങ്ങൾ എന്ന് പറയുന്നത്, അതായത് ഡിറ്റക്റ്റ് സ്റ്റിമുലി ആയിരിക്കും എന്നെ അതിനുവേണ്ടി സഹായിക്കുക. അപ്പോൾ ആ സാധനങ്ങൾ പരിസ്ഥിതിയിൽ നിന്നുള്ള വിവരങ്ങൾ നിരന്തരം ശേഖരിക്കുന്നതാണ്. എന്നാൽ ഈ വിവരങ്ങൾ എങ്ങനെ ക്രമീകരിക്കപ്പെടുന്നുവെന്നും വ്യാഖ്യാനിക്കപ്പെടുന്നുവെന്നും നിർണ്ണയിക്കുന്നത് ധാരണയാണ്. അപ്പോൾ ഈ വിവരങ്ങൾ തരുന്നത് പെർസെപ്ഷനാണ്. അതായത് അതിൻ്റെ ഡിറ്റക്റ്റ് സ്റ്റിമുലി ആയിരിക്കും ഈ വിവരങ്ങൾ തരിക. അതിനെ നിർണ്ണയിക്കുന്നത് എന്തായിരിക്കും, പെർസെപ്ഷൻ ആയിരിക്കും. ഇത് നമ്മുടെ ലോകവുമായുള്ള ഇടപെടലിനെ രൂപപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ധാരണയിൽ ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ ഈ പെർസെപ്ഷനിൽ എന്തുണ്ട്, ബോട്ടം അപ്പ് പ്രോസസ്സിംഗ് ഉണ്ട്. അതായത് സംവേദന ഡാറ്റയിൽ നിന്ന് ധാരണ രൂപപ്പെടുത്തുന്നതിനാണ്, അതിനുവേണ്ടി ഉൾപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ ടോപ്പ് ഡൗൺ പ്രോസസ്സിംഗ് എന്നുണ്ട്. അതായത് ജ്ഞാനം, അനുഭവങ്ങൾ, ചിന്തകൾ എന്നിവ ധാരണയെ സ്വാധീനിക്കുന്നു എന്നിവയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ്, രണ്ട് തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ്? ബോട്ടം അപ്പ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സംവേദന ഡാറ്റയാണ്. അതായത് നമുക്ക് സെൻസേഷനിലൂടെ കിട്ടിയിട്ടുള്ള വിവരങ്ങളിൽ നിന്നും നമ്മൾ ആ വിവരങ്ങൾ വെച്ചിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ധാരണ ഉണ്ടാക്കുന്നതിനാണ് ഇതെന്ന് നമ്മൾ പറയുക ബോട്ടം അപ്പ് പ്രോസസ്സിംഗ് എന്ന് പറയുക. എന്നാലോ രണ്ടാമത്തെ ടോപ്പ് ഡൗൺ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള ജ്ഞാനങ്ങൾ ഉണ്ടാകും, അനുഭവങ്ങൾ ഉണ്ടാകും, ചിന്തകൾ ഉണ്ടാകും എന്നിവ നമ്മുടെ പെർസെപ്ഷൻ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കിയിട്ടായിരിക്കും കേട്ടോ അതുണ്ടാവുക. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നമുക്ക് പറയാനുള്ളത് മെമ്മറിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ മെമ്മറി മാത്രമാണ് മേ ബി നമുക്ക് മെമ്മറി തന്നെയാണ് നമുക്കിതിൽ പറയാനുള്ളത്. അതായത് ഈ ഒരു സബ് ചാപ്റ്ററിലായിട്ട് നമുക്ക് ഇനിയിപ്പോൾ മെമ്മറിയെക്കുറിച്ചാണ് പറയാനുള്ളത്. പെർസെപ്ഷനെ കുറിച്ചിട്ടും സെൻസേഷനെ കുറിച്ചിട്ടും നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് നമ്മുടെ വാട്സപ്പിലോ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ കമൻറ്റ് ബോക്സിലായിട്ടോ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മെമ്മറി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ എന്നത് വിവരങ്ങൾ തിരിച്ചറിഞ്ഞ് സംഭരിച്ച് വീണ്ടെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. ഓക്കെ, എങ്ങനെ ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിവരങ്ങൾ നമ്മുടെ മൈൻഡിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് അതൊക്കെ ശേഖരിച്ച് വെച്ചിട്ട് അത് പിന്നീട് വീണ്ടെടുക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത് ഓർമ്മ എന്ന് പറയാം, അല്ലെങ്കിൽ മെമ്മറി എന്ന് പറയാം. ഈ പ്രക്രിയയിൽ വിവരങ്ങളെ ഓർമ്മയിൽ രേഖപ്പെടുത്തൽ, അതായത് നമുക്ക് കിട്ടിയ വിവരങ്ങളൊക്കെ എൻകോഡിംഗ് എന്ന് പറയും, അതൊക്കെ നമ്മുടെ ബ്രെയിനിൽ രേഖപ്പെടുത്തുക. ഈ രേഖപ്പെടുത്തിയ വിവരങ്ങൾ ശക്തിപ്പെടുത്തൽ, ആ ഒരു സാധനത്തിന് കൺസോളിഡേഷൻ എന്ന് പറയും. അതായത് അതിങ്ങനെ എൻകോഡ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, അതിങ്ങനെ ശക്തിപ്പെടുത്തണം അല്ലേ. അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യണം, ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെ ഇതിങ്ങനെ മനസ്സിൽ നമ്മുടെ ഉറച്ചു നിൽക്കുന്ന സമയത്ത് ഈ സംഭരിച്ച വിവരങ്ങൾ പിന്നീട് ആവശ്യാനുസരണം തിരിച്ചെടുത്ത് ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് ഓർമ്മ തിരിച്ചെടുക്കൽ. ഓർമ്മയെ ഒരു ഫയൽ ക്യാബിനറ്റുമായി ഉപമിക്കുക. അപ്പം എന്താ ഇവിടെ ഇങ്ങനെ സെറ്റപ്പ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു വിവരം നമുക്ക് കിട്ടും. ഇപ്പോൾ ഞാൻ എക്സാമിന് പഠിക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ ടീച്ചർ എന്നെ ഒരു കവിത പഠിപ്പിച്ചു. അപ്പോൾ ആ കവിത ഞാൻ ഫസ്റ്റ് പഠിച്ചു. പിന്നെ ഇപ്പോൾ എക്സാം വരുന്നതിന് മുന്നേ ആയിട്ട് അല്ലെങ്കിൽ ആ കവിത ഞാൻ പഠിച്ചു വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ പാടി ഞാൻ നടന്നു. അങ്ങനെ ആവുന്ന സമയത്ത് പിന്നീട് ഞാനത് ഓർത്തെടുക്കുക. അപ്പോൾ ആ ഒരു പ്രക്രിയയ്ക്കാണ് എന്തെന്ന് പറയുക, മെമ്മറി എന്ന് പറയാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്ത പരിപാടി എന്താണ്, ഈ ഒരു കവിത ഞാൻ ജസ്റ്റ് മനസ്സിലാക്കി അതിന് ഞാൻ ആ കവിതയെ തിരിച്ചറിഞ്ഞു. ഓക്കെ ആ കവിത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ ആ ഒരു സാധനം അതിനുശേഷം ഞാനത് എന്ത് ചെയ്തു, ഫസ്റ്റത്തെ ആ ഒരു പ്രക്രിയ എൻകോഡിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കൺസോളിഡേഷനാണ്. ഞാനത് റിപ്പീറ്റ് ചെയ്തിട്ട് ഞാൻ ഉറപ്പിച്ചു ഒന്നും കൂടെ അല്ലേ, വിവരങ്ങളൊന്നും കൂടി ശക്തിപ്പെടുത്തി. പിന്നെ അതിന് ഞാനിനി വീണ്ടെടുക്കുന്ന പ്രക്രിയ, അതല്ലെങ്കിൽ ഞാനത് പിന്നീട് ഓർത്തെടുത്ത് പറയുന്നതിനാണ് നമ്മൾ എന്താ പറയുക, മെമ്മറി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓർമ്മയെ നമുക്കൊരു ഫയൽ ക്യാബിനറ്റുമായിട്ട് ഉപമിക്കാമെന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ 2 ഫോട്ടോസ് എടുത്തു. ആ 2 ഫോട്ടോസ് എടുത്തിട്ട് ഞാനത് എന്ത് ചെയ്തു, ഒരു ഫോൾഡറിലാക്കിയിട്ട് എൻ്റെ ഫോണിൽ യൂസ് ചെയ്തു. അങ്ങനെ എനിക്ക് പിന്നെ അത് ആവശ്യം വരുന്ന സമയത്ത് അതിനെ എനിക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി കഴിയൂലേ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫോണിൽ മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ ഇതുമായിട്ടൊരു കണക്ഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, അതായത് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നത് രണ്ടും കൂടി ഒരു കണക്ഷൻ ഉള്ളതുപോലെയാണ്. അപ്പോൾ അത് കാരണം അങ്ങനെ യൂസ് ചെയ്യണത്. അതൊക്കെ ദീർഘകാല ഓർമ്മ, അതായത് ദീർഘകാല ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടൈം മെമ്മറി എന്ന് പറയും. അപ്പോൾ ലോങ് ടൈം മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരങ്ങൾ ദീർഘകാലത്തേക്ക് സംഭരിച്ചു വെക്കുന്ന സ്ഥലമാണ് ലോങ് ടൈം മെമ്മറി. നമ്മുടെ മെമ്മറീനെ ലോങ് ടൈം മെമ്മറി, ഷോർട്ട് ടൈം മെമ്മറി, അതേപോലെ തന്നെ അങ്ങനെയായിട്ട് നമുക്ക് മെമ്മറി അങ്ങനെ നമ്മൾ തരംതിരിക്കാറുണ്ട്. അപ്പോൾ അതിൽ ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ ലോങ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലം ഉണ്ടാകും. അപ്പോൾ അതാണ് ഹ്രസ്വകാല ഓർമ്മ, അതായത് ഷോർട്ട് ടൈം മെമ്മറി. അപ്പോൾ ഈ ഷോർട്ട് ടൈം മെമ്മറിയുടെ ഒരു രൂപമായ വർക്കിംഗ് മെമ്മറി തൽക്ഷണികമായ വിവരങ്ങൾ തിരിച്ചെടുക്കാനും പ്രോസസ്സ് ചെയ്യാനും സഹായിക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, അപ്പോൾ ലോങ് ടൈം മെമ്മറി എന്താണ്, നമുക്ക് കുറേ കാലത്തിന് ശേഷം നമുക്ക് ആ വിവരങ്ങൾ ചേർത്തെടുക്കാൻ വേണ്ടി നമുക്ക് കഴിയും. ഇപ്പോൾ നമുക്ക് 10 വർഷങ്ങൾക്ക് മുന്നേ നടന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ഓർക്കാൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്തെന്ന് പറയും, ലോങ് ടൈം മെമ്മറി എന്ന് പറയും. ഇപ്പോൾ നേരെ മറിച്ചിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു സ്ഥലത്തിൻ്റെ പേര് അല്ലെങ്കിൽ നമ്മൾ മേ ബി ഒരു ദിവസത്തേക്കൊക്കെ ഓർത്ത് വെക്കേണ്ട ചില കാര്യങ്ങളുണ്ടാകാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് മറക്കും. അപ്പോൾ അതിന് എന്ത് ചെയ്യും, ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറയും. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഷോർട്ട് ടൈം മെമ്മറിക്ക് എന്താ ഒരു ഉദാഹരണം നമ്മൾ പറയാം, മേ ബി നിങ്ങൾക്കിപ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് ടോക്കൺ നമ്പർ, ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾ നിൽക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് ടോക്കൺ തന്നിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു ടോക്കൺ നമ്മുടെ ടോക്കൺ അവിടെ വിളിക്കുന്ന സമയത്ത് നമുക്കത് ഓർമ്മ ഉണ്ടാകും, നമ്മുടെ കയ്യിൽ ടോക്കൺ ഉണ്ടാകും. എന്നാൽ അത് 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം ഓർമ്മ ഉണ്ടാകും, ഇല്ലല്ലോ. അപ്പോൾ അത് ഷോർട്ട് ടൈം മെമ്മറിയിലാണ് എന്ത് ചെയ്യുക, ആ ഒരു സാധനം നമുക്ക് എപ്പോഴും സേവ്ഡ് ആയിട്ടുണ്ടാവുക. ഓക്കെ, അങ്ങനത്തെയാണ് കേട്ടോ. അപ്പോൾ അതാണ് അതിനൊരു ഉദാഹരണം.
പിന്നെ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്കിൻസൺ ഷിഫ്രിൻ മോഡൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ അറ്റ്കിൻസൺ ഷിഫ്രിൻ മോഡൽ ഓഫ് മെമ്മറി അനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ലോങ് ടേം ഷോർട്ട് ടേം എന്ന് പറഞ്ഞിട്ടുള്ള സാധനമായിട്ട് മാറുന്നത്. അപ്പോൾ മൂപ്പരാണത് കൊണ്ടുവന്നത്. അറ്റ്കിൻസൺ ഷിഫ്രിൻ മോഡൽ ഓഫ് മെമ്മറി എന്ന് പറഞ്ഞിട്ടുള്ള സാധനമുണ്ട്. 1968 ഇത് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ഇത് പ്രകാരം ഓർമ്മ 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നാണ് പറയുന്നത്. ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ സംവേദന എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. സംവേദനം, അതായത് സെൻസറി മെമ്മറി എന്ന് പറയും. ഇന്ദ്രിയങ്ങൾ വഴി ലഭിക്കുന്ന വിവരങ്ങൾ വളരെ ചുരുങ്ങിയ സമയത്തേക്ക് സൂക്ഷിക്കപ്പെടുന്നതിനാണ് പറയുക. അപ്പോൾ ഇന്ദ്രിയങ്ങൾ വഴി നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ഉണ്ടാവില്ലേ, അത് വളരെ ചുരുങ്ങിയ സമയത്തേക്ക് സൂക്ഷിച്ചു വെക്കുന്ന ഒരു പ്രക്രിയയ്ക്കാണിത് പറയുക. ഇത് തുടർന്ന് എന്ത് ചെയ്യും, ഹ്രസ്വകാല ഓർമ്മയിൽ, അതായത് ആദ്യം സെൻസറി മെമ്മറി, ആദ്യം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കും, ശേഷം അത് ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക് കൊടുക്കും. ഏകദേശം എത്ര ഉണ്ടാകും, 15 മുതൽ 20 സെക്കൻഡ് വരെ വിവരങ്ങൾ സംഭരിക്കപ്പെടുന്നുണ്ട് ഇതിൽ. പിന്നെ അവസാനമായിട്ട് ദീർഘകാല ഓർമ്മയിലേക്ക് അത് കൊടുക്കും. വളരെ വലിയ അളവിൽ വിവരങ്ങൾ ദീർഘകാലത്തേക്ക് സൂക്ഷിക്കപ്പെടുന്നു. അപ്പോൾ ഞാനൊരു വസ്തുവിനെ കാണുന്ന സമയത്ത് അത് ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക്, അത് ആദ്യം കാണുന്നതാണ് സെൻസറി മെമ്മറി, അതിന് ശേഷം അത് എന്ത് ചെയ്യും, ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക് അത് കൊടുക്കും. ഷോർട്ട് ടൈം മെമ്മറിയുടെ കാലയളവ് ഇവിടെ പറയുന്നുണ്ട്, വളരെ കുറച്ച് സെക്കൻഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ടും പിന്നെ ആ സാധനം നമ്മുടെ മൈൻഡിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് ലോങ് ടൈം മെമ്മറിയിലേക്ക് കൊടുക്കും. ഓക്കെ, അതാണ് അതിൻ്റെ രീതി. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ആദ്യം സംവേദന ഓർമ്മയിലേക്ക് എത്തുന്നു. എന്നിട്ടോ സംവേദന ഓർമ്മയിൽ വിവരങ്ങൾ വളരെ ചുരുങ്ങിയ സമയത്തേക്ക് സൂക്ഷിക്കപ്പെടുന്നു, സെൻസറി മെമ്മറിയിൽ, അതായത് അതിൽ സൂക്ഷിക്കപ്പെടുന്നതിന് ശേഷം തുടർന്ന് അത് അപ്രത്യക്ഷമാവുന്നു. ഹ്രസ്വകാല ഓർമ്മ ഏകദേശം 15 മുതൽ 20 സെക്കൻഡ് വരെ വിവരങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. അതായത് ലോങ് ടൈം മെമ്മറി, ദീർഘകാല ഓർമ്മ ഏതെങ്കിലും സമയപരിധി ഇല്ലാതെ വിവരങ്ങൾ സൂക്ഷിക്കുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറഞ്ഞാൽ അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ, സെക്കൻഡ്സ് മാത്രമേ ഉണ്ടാവുള്ളത്. ലോങ് ടൈം മെമ്മറി കുറേ കാലത്തിനുണ്ടാകും. ദീർഘകാല ഓർമ്മ, അതായത് ലോങ് ടൈം മെമ്മറിയെ 2ആയി തിരിച്ചിട്ടുണ്ട്. അദൃശ്യ ഓർമ്മ, അതായത് ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറയും. അതെങ്ങനെയാണ്, യാതൊരു ബോധപൂർവമായ ശ്രമവുമില്ലാതെ നേടിയ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഓർമ്മയ്ക്കാണെന്ന് നമ്മൾ പറയുക ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുക. പ്രഖ്യാപിത ഓർമ്മ, അതായത് എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറയും. അത് വസ്തുക്കളും സംഭവങ്ങളും പോലുള്ള ബോധപൂർവമായ ഓർമ്മിക്കുന്ന കാര്യങ്ങളാണ് പറയുക. അപ്പോൾ ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, അതായത് നമ്മൾ പോലും അറിയാതെ നമ്മൾ ഓർത്ത് വയ്ക്കുന്ന ചില കാര്യങ്ങൾ, എന്നാൽ വേറെ ചിലത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഓർത്ത് വയ്ക്കുന്നുണ്ടാകും. ഓക്കെ, ഇപ്പോൾ നമ്മൾ നടന്നിട്ടുള്ള പല വസ്തുക്കൾ, സംഭവങ്ങൾ, അതൊക്കെ അങ്ങനെ 2 സംഭവങ്ങളുണ്ടാകും. പിന്നെ ദീർഘകാല ഓർമ്മ പ്രക്രിയകളിൽ എൻകോഡിംഗ് വിവരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അതായത് ദീർഘകാല ഓർമ്മ പ്രക്രിയകൾ ഉണ്ടാകും. അപ്പോൾ ദീർഘകാല ഓർമ്മ പ്രക്രിയകളിൽ എൻകോഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രക്രിയ ഉണ്ട്, അതായത് വിവരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ കൺസോളിഡേഷൻ ഉണ്ട്, അതിനുശേഷം സ്റ്റോറിംഗ് ഉണ്ട്, വിവരങ്ങൾ സംഭരിക്കലുണ്ട്, പിന്നെ അത് തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രക്രിയ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിൽ വരിക. അപ്പോൾ നമ്മളിത് നേരത്തെ പറഞ്ഞതാണ് കേട്ടോ, സ്റ്റാർട്ടിങ്ങിൽ നമ്മളത് പറഞ്ഞിരുന്നു. ഇനി അടുത്തത് സീരിയൽ പൊസിഷൻ ഇഫക്റ്റ് അനുസരിച്ച് ഒരു പട്ടികയിലെ ആദ്യത്തെയും അവസാനത്തെയും ഇനങ്ങളാണ് മധ്യത്തിലുള്ളവയേക്കാൾ നന്നായി ഓർമ്മിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മളിനി വേറൊരു സംഭവം പറയുകയാണ്. ഇപ്പോൾ ഞാനൊരു എക്സാമിന് വേണ്ടി പഠിക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം പഠിച്ച കാര്യങ്ങളുണ്ടാകും, രണ്ടാമത് പഠിച്ച കാര്യങ്ങളുണ്ടാകും. ഓക്കെ, അതിനേക്കാളുമൊക്കെ ഓർമ്മ ഉണ്ടാവുക, ശ്രദ്ധിക്കണം. സീരിയൽ പൊസിഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇഫക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇതനുസരിച്ച് സീരിയൽ പൊസിഷൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പട്ടികയിലെ ആദ്യത്തെയും അവസാനത്തെയും ഇനങ്ങളെയാണ് മധ്യത്തിലുള്ളവയേക്കാൾ നന്നായി ഓർമ്മിക്കപ്പെടുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ എക്സാമിന് വേണ്ടി പഠിക്കുകയാണ്. അപ്പോൾ എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ട്, സെക്കൻഡ് ചാപ്റ്റർ ഉണ്ട്, തേർഡ് ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ടും ഞാൻ ഫസ്റ്റ് ചാപ്റ്ററും പിന്നെ അതേപോലെ തന്നെ ഈ തേർഡ് ചാപ്റ്ററും ആയിരിക്കും കൂടുതലായിട്ട് എൻ്റെ മൈൻഡിൽ ഉണ്ടാവുക എന്നാണ് ഇവിടെ അവകാശപ്പെടുന്നത്. ഓക്കെ, എന്താ അതിന് കാരണം? ഇത് സംഭവിക്കുന്നത് ആദ്യത്തെ ഇനങ്ങൾ ദീർഘകാല ഓർമ്മയിലേക്ക് ആവർത്തിച്ച് പഠിക്കുന്നതിനാൽ, അവസാനത്തെ ഇനങ്ങൾ ഹ്രസ്വകാല ഓർമ്മയിൽ നിലനിൽക്കുന്നതിനാലുമാണ്. ഓക്കെ, അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പഠിക്കുന്ന ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ പഠിച്ചത് എന്ത് ചെയ്തിട്ടുണ്ടാകും, ലോങ് ടൈം മെമ്മറിയിലായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കപ്പെട്ടിട്ടുണ്ടാകും. എന്നാൽ സെക്കൻഡ് മെമ്മറി, അതായത് സെക്കൻഡ് മൊഡ്യൂൾ അല്ലെങ്കിൽ സെക്കൻഡ് ചാപ്റ്റർ ഞാൻ പഠിക്കുമ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തേർഡ് ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ തേർഡ് ചാപ്റ്റർ എന്തായിരിക്കും, ഷോർട്ട് ടൈം മെമ്മറിയിലായിട്ടായിരിക്കും, ഹ്രസ്വകാല മെമ്മറിയിലായിട്ടായിരിക്കും സേവ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് പഠിച്ചത് ലോങ് ടൈം മെമ്മറിയിലായിട്ടുണ്ടാകും അത് സേവ് ആയിട്ട്, കാരണം അത് പഠിച്ചിട്ട് അത്രയായിട്ടുണ്ട്, അത് നമ്മൾ ഇടയ്ക്ക് ആവർത്തിക്കലുണ്ട്. എന്നിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ പഠിക്കുന്ന സാധനം അതെന്തായിരിക്കും, ഷോർട്ട് ടൈം മെമ്മറിയിലായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതാണ് പറഞ്ഞത്, ലോങ് ടൈമും ഷോർട്ട് ടൈമിലായിട്ടുള്ളതായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഓർമ്മിക്കപ്പെടുന്നത്.
പ്രോസസ്സിങ്ങിൻ്റെ തലങ്ങളെക്കുറിച്ചുള്ള സിദ്ധാന്തം അനുസരിച്ച് വിവരങ്ങൾ എത്രത്തോളം ആഴത്തിൽ പ്രോസസ്സ് ചെയ്യപ്പെടുന്നുവോ അത്രത്തോളം നന്നായി ഓർമ്മിക്കപ്പെടുമെന്നുള്ളതാണ്. അർത്ഥത്തെ ശ്രദ്ധിക്കുന്നതിലൂടെ ആഴത്തിലുള്ള പ്രോസസ്സിംഗ് സംഭവിക്കുകയും അത് മികച്ച ഓർമ്മശക്തിക്ക് കാരണമാവുകയും ചെയ്യുന്നുവെന്ന്. അത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ അതിൽ. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2.3 അതായത് സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മളുടെ സബ് ചാപ്റ്റർ ആയിട്ടുള്ള തേർഡ് സബ് ചാപ്റ്ററാണ് നമ്മൾ പറയുന്നത് കോഗ്നിറ്റീവ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ലേണിംഗ് എന്താണ്, തിങ്കിങ് എന്താണ്, മോട്ടിവേഷൻ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് നേരെ പോവാം കേട്ടോ. കോഗ്നിറ്റീവ് പ്രോസസ്സ് എന്താണെന്ന് നമുക്ക് ആദ്യം പറയാം. ഓക്കെ, കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് തത്വശാസ്ത്രം എന്നുള്ളതാണ് കോഗ്നിറ്റീവ് സൈക്കോളജി, അല്ലെങ്കിൽ മനഃശാസ്ത്രം, അല്ലെങ്കിൽ തത്വശാസ്ത്രം, എന്തും നമുക്ക് പറയാം. അങ്ങനെയായിട്ടുള്ളതിനാണ് കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുക. അപ്പോൾ ഈ സാധനം മനുഷ്യർ എങ്ങനെ ചിന്തിക്കുന്നു എന്നത് പഠിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണിത്. മനുഷ്യന് പ്രധാനമായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചിന്തകളുണ്ടാകും, വികാരം ഉണ്ടാകും, പിന്നെ അതേപോലെ തന്നെ സർഗാത്മകത ഉണ്ടാകും, ഭാഷ, പ്രശ്നപരിഹാരം തുടങ്ങിയവ തമ്മിലുള്ള ഇടപെടലുകൾ പഠിക്കുന്നതിലൂടെ മനുഷ്യർ എങ്ങനെ ചിന്തിക്കുന്നുവെന്നും എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നുവെന്നും ഈ ശാഖ വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ കോഗ്നിറ്റീവ് സൈക്കോളജി അല്ലെങ്കിൽ ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തത്വശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർ എങ്ങനെയാണ് ഇപ്പോൾ ഒരു കാര്യത്തിൽ ചിന്തിക്കുക, അപ്പോൾ അതിനെ പഠിക്കുന്ന ഒരു മനഃശാസ്ത്രമാണ് കോഗ്നിറ്റീവ് സൈക്കോളജി. ഇപ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കും ചിന്തിക്കുക, ആ മനുഷ്യൻ്റെ ചിന്തയെക്കുറിച്ച് മാത്രം പഠിക്കുന്ന ഒരു സൈക്കോളജിയുടെ ഒരു ഭാഗമാണ് കോഗ്നിറ്റീവ് സൈക്കോളജി. മനുഷ്യൻ്റെ ചിന്ത ഉണ്ടാകും, മനുഷ്യന് പല വികാരങ്ങളുണ്ടാകും, പിന്നെ സർഗാത്മകതയും ഭാഷയും അവന് പ്രശ്നപരിഹാരത്തിനുള്ള കഴിവുണ്ടാകും തുടങ്ങിയ തമ്മിലുള്ള ഇടപെടലുകൾ പഠിക്കുന്നതിലൂടെ, ഇവ തമ്മിലുള്ള ഓരോ കാര്യങ്ങളും ഇങ്ങനെ പഠിക്കുന്നതിലൂടെ മനുഷ്യർ എങ്ങനെ ചിന്തിക്കുന്നുവെന്നും എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നുവെന്നും ഈ ശാഖ വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം, ഒരു 2 ടീം തമ്മിൽ അടി നടക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 2 ടീമും അടി നടക്കുമ്പോൾ ഇവർ രണ്ടുപേരും ചിന്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക. അതിനെയാണെന്ന് പറയുക കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുക. അപ്പോൾ ഇവർ രണ്ടുപേരും 2 ടീം, ഇപ്പോൾ ഒരു ശത്രു ടീമുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു നല്ല ടീമുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 2 ടീമും ചിന്തിക്കുന്നത് എന്തായിരിക്കും എന്നതിനെക്കുറിച്ചിട്ടുള്ള ആ ഒരു പഠനത്തിനെയാണ് എന്തെന്ന് പറയുക കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയാം. തത്വശാസ്ത്രജ്ഞർ അതായത് വിവിധ തരം ബുദ്ധികൾ നിർവചിക്കുകയും അളക്കുകയും ചെയ്യുന്നു. അവർ പലതരത്തിലുള്ള ബുദ്ധികളെ ഇവർ പഠിക്കുന്നുണ്ട്. ചിലർക്ക് പ്രശ്നപരിഹാരത്തിൽ മികവ് കാണിക്കുന്നത് എന്തുകൊണ്ടാണ്, വൈകാരിക ബുദ്ധി ജോലിയിലെ വിജയത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു. അപ്പോൾ ചിലർക്ക് പ്രശ്നപരിഹാരത്തിൽ മികവ് കാണിക്കുന്നത് എന്തുകൊണ്ടാണ്, അപ്പോൾ ചിലർ പ്രശ്നപരിഹാരത്തിൽ നല്ല മികവ് കാണിക്കുന്നുണ്ട്, അപ്പോൾ അത് എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് പഠിക്കും. എന്നാൽ വൈകാരിക ബുദ്ധി ജോലിയിലെ വിജയത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു, ചിലർ അങ്ങനെ ഉണ്ടാകും. അപ്പോൾ എന്നിവ പോലുള്ള നിരവധി വിഷയങ്ങൾ അവർ പഠിക്കുന്നുണ്ട്. അപ്പോൾ ചിലർ പഠിക്കാൻ ഭയങ്കര ഉഷാറ്, അപ്പോൾ അവരെന്തുകൊണ്ട് അങ്ങനെ പഠിക്കാൻ ഭയങ്കര ഉഷാറായി, അപ്പോൾ അതിനെ പറ്റി നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതിനാണതെന്ന് പറയുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത് പോലുള്ള നിരവധി വിഷയങ്ങൾ അവർ പഠിക്കുന്നുണ്ട്. ജ്ഞാന പ്രക്രിയകൾ എന്നത് പഠനത്തിലേക്ക് നയിക്കുന്ന പ്രക്രിയകളാണ്. ഇപ്പോൾ ജ്ഞാനം എന്നത് നമ്മുടെ ചിന്തകൾ, അനുഭവങ്ങൾ, ഇന്ദ്രിയങ്ങൾ എന്നിവയിലൂടെ അറിവ് നേടുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതിയിട്ട് ഇതിൽ. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലേണിംഗ് എന്നുള്ളതാണ്. ലേണിംഗ് എന്താണ്? പഠനം എന്നത് അനുഭവം, പഠനം എന്നത് ലേണിംഗ് എന്ന് കഴിഞ്ഞാൽ നമ്മൾ അനുഭവം, അതേപോലെ തന്നെ പഠനം അല്ലെങ്കിൽ പഠിപ്പിക്കൽ വഴി അറിവ്, കഴിവുകൾ അല്ലെങ്കിൽ പെരുമാറ്റങ്ങൾ നേടുന്ന ഒരു പ്രക്രിയയ്ക്കാണെന്ന് പറയുക ലേണിംഗ് എന്ന് പറയുക. നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകും, പഠനങ്ങൾ ഉണ്ടാകും, അതേപോലെ തന്നെ നമ്മൾ പഠിപ്പിക്കുക. അപ്പോൾ നമ്മളങ്ങനെ പഠിപ്പിക്കുന്നത് വഴിയൊക്കെ നമുക്ക് കുറേ അറിവുകൾ കിട്ടും, കഴിവുകൾ കിട്ടും, അല്ലെങ്കിൽ നല്ല നല്ല പെരുമാറ്റങ്ങൾ കിട്ടും. അപ്പോൾ ഇതൊക്കെ കിട്ടുന്ന ആ ഒരു പ്രക്രിയയ്ക്കാണെന്ന് പറയുക പഠനം എന്ന് പറയുക. ജ്ഞാനപ്രക്രിയകൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠനത്തിന് അടിസ്ഥാനമായതിനാൽ പഠനത്തിൽ ജ്ഞാനം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, മനഃശാസ്ത്രജ്ഞർ എന്ത് ചെയ്യുന്നത്? അനുഭവത്തിൻ്റെ ഫലമായി സംഭവിക്കുന്ന പെരുമാറ്റത്തിലെ താരതമ്യേന ശാശ്വതമായ മാറ്റത്തെയാണ് പഠനം എന്ന് നിർവചിക്കുന്നത്. ഓക്കെ, മനഃശാസ്ത്രജ്ഞർ എന്ത് ചെയ്യുന്നുണ്ട്? അനുഭവത്തിൻ്റെ ഫലമായി സംഭവിക്കുന്ന പെരുമാറ്റത്തിലെ താരതമ്യേന ശാശ്വതമായ മാറ്റത്തെയാണ് പഠനമെന്ന് നിർവചിക്കുന്നത്. അപ്പോൾ നമുക്ക് ശാശ്വതമായിട്ട് നമ്മുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾക്കാണ് ലേണിംഗ് എന്ന് പറയുക. ജോൺ ബി വാട്സൺ എല്ലാ പെരുമാറ്റങ്ങളും പഠനത്തിൻ്റെ ഫലമാണെന്ന് വാദിച്ചിട്ടുണ്ട്. ജോൺ ബി വാട്സനെ കുറിച്ചിട്ടൊക്കെ കുറേ പറയാനുണ്ട് കേട്ടോ. കാരണം അതായത് നമ്മുടെ ബിഹേവിയറിസത്തിന് മെയിനായിട്ടുണ്ടായിരുന്നത് വാട്സൺ അല്ല. എന്നിരുന്നാൽ കൂടെ ആ ഒരു കാലഘട്ടങ്ങളിലും അതേപോലെ തന്നെ സ്കിന്നറിനെ സഹായിക്കാനും പിന്നെ പാവ്ലോവിൻ്റെയൊക്കെ സമയത്തൊക്കെ ഉണ്ടായിരുന്ന ആളാണ് കേട്ടോ ജോൺ ബി വാട്സൺ. എല്ലാ പെരുമാറ്റങ്ങളും പഠനത്തിൻ്റെ ഫലമാണെന്ന് വാദിക്കുന്നു ഇയാൾ. ഓക്കെ, മനഃശാസ്ത്രം, വിദ്യാഭ്യാസ ശാസ്ത്രം അതേപോലെ തന്നെ തുടങ്ങിയ മേഖലകൾ പഠന പ്രക്രിയകളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. പിന്നെ
നമ്മൾ പറഞ്ഞിട്ടുള്ള ദൃശ്യം, ശേഖരണം, വായന, എഴുത്ത്, പിന്നെ കെനസ്തെറ്റിക് എന്നിവ പ്രധാന 4 പഠന ശൈലികളാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മൾ വിഷ്വൽ, അതേപോലെ തന്നെ നമ്മളുടെ ആ ഒരു ഓഡിറ്ററി പവർ, അതായത് നമുക്ക് കേൾക്കാനുള്ള ഒരു കഴിവ്, പിന്നെ അതുപോലെ തന്നെ റീഡിങ്, അതാണ് 6 കേട്ടോ. നമ്മൾ VARK എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ കൈനസ്തെറ്റിക് എന്നിവ പ്രധാന 4 പഠനശൈലികളാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്നതിനുള്ള പ്രധാന പഠനശൈലികളാണ് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ, വിഷ്വൽ ആയിട്ടുള്ളതായിരിക്കും. വിഷ്വൽ ലേണിങ്ങിനായിരിക്കും ഫസ്റ്റ് പ്രാധാന്യം ഉണ്ടാവും. പിന്നെ ഓഡിറ്ററി ലേണിങ്, നമ്മൾ കേട്ടിട്ടുള്ള പഠനത്തിന്. പിന്നെ റീഡിങ്ങിനുള്ള കഴിവ്, പിന്നെ കൈനസ്തെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഒരു ഓർഡർ ഉണ്ടാവട്ടെ. അങ്ങനെയാണ് നമ്മൾ ലേണിങ്ങിനെ തരംതിരിക്കേണ്ടത്. അപ്പോൾ അത് ഓർത്ത് വെക്കണം, അത് എക്സാമിന് എഴുതണം. പിന്നെ അനുഭവങ്ങളുടെയും പരിശീലനത്തിൻ്റെയും ഫലമായി പെരുമാറ്റത്തിൽ സംഭവിക്കുന്ന താരതമ്യേന ശാശ്വതമായ മാറ്റത്തെയാണ് പഠനം എന്ന് പറയുന്നത്. അത് നമ്മൾ നേരത്തെ ഡെഫിനിഷൻ പറഞ്ഞല്ലോ. നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകും, നമുക്ക് പരിശീലനങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് നമ്മുടെ പെരുമാറ്റത്തിൽ എന്നേക്കുമായി വരുന്ന മാറ്റത്തെയാണ് നമ്മളെന്തെന്ന് പറയുക, പഠനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ തയ്യാറെടുപ്പ്, നമ്മൾ അതിന് എന്ത് വേണ്ടി വരും, റെഡിനെസ് വേണ്ടി വരും. പിന്നെ അഭ്യാസം, അതായത് എക്സസൈസ് വേണ്ടി വരും. പിന്നെ ഇഫക്റ്റ് എന്ന് പറയും. ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലപ്രാപ്തി നമുക്ക് വേണ്ടി വരും. പിന്നെ ആധ്യാത്മകത എന്ന് പറയും, പ്രൈമസി വേണം. പിന്നെ പുതുമ വേണം, ഒരു റിസൻസി വേണം. പിന്നെ ഇൻറ്റൻസിറ്റി വേണം, ഒരു തീവ്രത വേണം. അത് സ്വാതന്ത്ര്യം വേണം. പിന്നെ എന്നിവ പഠന പ്രക്രിയകളെ സ്വാധീനിക്കുന്ന പ്രധാന തത്വങ്ങളാണ്. ഇതിലൊക്കെ പ്രധാന തത്വങ്ങളായിട്ട് ഇതൊക്കെയാണ് കേട്ടോ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് അസോസിയേറ്റീവ് ലേണിംഗ് ആണ്. അപ്പോൾ അസോസിയേറ്റീവ് ലേണിംഗ് ആണ് അതിൻ്റെ കീഴിൽ വരുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 അതിലധികമോ വിവരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് ആണ് എന്തെന്ന് പറയുക, അസോസിയേറ്റീവ് എന്ന് പറയുക. അതായത് ഉദാഹരണത്തിന് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. നിരീക്ഷണം, പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസോസിയേറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നോൺ അസോസിയേറ്റീവ് ലേണിംഗ്, ഇങ്ങനെ 2 പ്രധാനമായിട്ട് സാധനമുണ്ട്. അസോസിയേറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സാധനം പഠിക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യുക, 2 അതിലധികം വിവരങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ച് പഠിക്കുക. ആ ഒരു സാധനത്തിനാണ് അസോസിയേറ്റീവ് ലേണിംഗ് എന്ന് പറയുക. ഇപ്പോൾ നമ്മൾ 1942 ഉപ്പ് സത്യാഗ്രഹം നടന്നിട്ടുണ്ട്. ആ സമയത്ത് വേറെ എന്തോ നടന്നിട്ടുണ്ട്. അപ്പോൾ അത് അസോസിയേറ്റീവ് ആയിട്ടുള്ള ഒരു ലേണിംഗ് ആണ്. അങ്ങനെയായിട്ട് പഠിക്കുക. ഉദാഹരണത്തിന് അങ്ങനെ പഠിക്കുമല്ലോ, നിരീക്ഷണ പഠനം, ഇനിയിപ്പോൾ ഒബ്സർവേഷണൽ സ്റ്റഡി എന്നിവയാണ് പ്രധാന പഠന രീതികൾ. കണ്ടീഷനിങ്ങും അതേപോലെ തന്നെ ഒബ്സർവേഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള 2 ഈ അസോസിയേറ്റീവ് ലേണിങ്ങിൻ്റെ കീഴിൽ വരുന്ന പ്രധാന പഠന രീതികൾ കേട്ടോ. മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുകയോ വിവരങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുകയോ ചെയ്യാതെ, അപ്പോൾ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാതെ, അതേപോലെ തന്നെ മറ്റൊന്നും ചെയ്യാതെ നമുക്ക് കിട്ടുന്ന വിവരങ്ങളെ, ചെയ്യാതെ സംഭവിക്കുന്ന പഠനത്തെ നോൺ അസോസിയേറ്റീവ് ലേണിംഗ് എന്നാണ് വിളിക്കുക. അങ്ങനെ 2 പ്രധാനമായിട്ട് ലേണിംഗിൽ വരുന്നത്. ഇപ്പോൾ ലേണിംഗിൽ ഉദ്ദേശിക്കേണ്ട നമുക്ക് പ്രധാനപ്പെട്ടിട്ടുള്ള ലിസണിങ്ങും അതേപോലെ തന്നെ ഓഡിറ്ററിയും പിന്നെ കൈനസ്തെറ്റിക്കും റീഡിങ്ങും ഒക്കെ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് തിങ്കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം. തിങ്കിങ് എന്ന് പറഞ്ഞാൽ ചിന്ത എന്നത് ന്യായീകരണം അല്ലെങ്കിൽ തർക്കം, ആശയരൂപീകരണം, പ്രശ്നപരിഹാരം, ആലോചന തുടങ്ങിയ ബോധപൂർവമായ ജ്ഞാന പ്രക്രിയകളെ സൂചിപ്പിക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ. ഈ പ്രക്രിയകൾ ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള വിവരങ്ങളെ ആശ്രയിക്കാതെ അന്തർലീനമായി സംഭവിക്കുന്നതായിരിക്കാം. ധാരണയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ചിന്ത ഇന്ദ്രിയങ്ങളെ ആശ്രയിക്കാതെ സംഭവിക്കുന്നതാണ്. ഓക്കെ, ചിന്ത എന്ന് പറയുന്നത് നമുക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, പേഴ്സെപ്ഷൻ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അതിന് എന്ത് വേണ്ടി വരും, സെൻസേഷൻ വേണ്ടി വരും. നമ്മൾക്ക് ആ ഒരു പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കിട്ടിയ കാര്യങ്ങളെയാണ് നമുക്ക് പേഴ്സെപ്ഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ. ധാരണ നമ്മൾ അങ്ങനെ ആയിരിക്കും അതിലുണ്ടാക്കുക. എന്നാൽ ഇവിടെ നോക്കി നോക്ക്, ഇവിടെ അതുപോലെയാണല്ലോ, അല്ലല്ലോ. ഇവിടെ എങ്ങനെയാണ്, നമുക്കിവിടെ ഇന്ദ്രിയങ്ങളെ ആശ്രയിക്കാതെ സംഭവിക്കുന്നതാണിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിന്ത എന്ന് പറഞ്ഞാൽ. ചിന്ത എന്നത് ഈ പ്രക്രിയകളുടെ ഫലമായി ഉണ്ടാകുന്ന മാനസികാവസ്ഥകളെയോ ആശ്രയങ്ങളുടെ എന്താ പറയുക സംവിധാനങ്ങളെയോ കൂടി സൂചിപ്പിക്കുന്ന ഒരു സാധനം കൂടെയാണ്. വിശാലമായ അർത്ഥത്തിൽ ധാരണയും അബോധ പ്രക്രിയകളും ഉൾപ്പെടെ എല്ലാ മാനസിക പ്രതിഭാസങ്ങളെയും ചിന്തയായിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഓക്കെ, ഇനി ചിന്ത അല്ലെങ്കിൽ നമ്മൾ ജ്ഞാനം എന്ന് പറയുന്ന ഈ സാധനങ്ങൾ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യൽ, പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കൽ, ഓർമ്മകൾ സംഭരിക്കുക, തിരിച്ചെടുക്കുകയും ചെയ്യൽ, തീരുമാനങ്ങൾ എടുക്കൽ എന്നീ പ്രക്രിയകളെ സൂചിപ്പിക്കുന്നതിനെയാണ് പറയുക കേട്ടോ. മറ്റുള്ളവരെ മനസ്സിലാക്കുകയും സ്വയം പ്രകടിപ്പിക്കുക, ചിന്തകൾ ഉൽപ്പാദിപ്പിക്കുക, അതുപോലെ എന്നിവയും ചിന്തയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ വിധി പ്രസ്താവനകൾ സ്വീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യൽ, തർക്കം, അങ്ങനെയായിട്ടുള്ള കാര്യങ്ങൾ, തർക്കങ്ങൾ വരിക. അപ്പോൾ അതായത് സാക്ഷ്യങ്ങളിൽ നിന്നും നിഗമനങ്ങളിൽ നിന്നും കാര്യങ്ങളിലേക്ക് എത്തുക. അതേപോലെ തന്നെ ആശയരൂപീകരണങ്ങൾ, പ്രശ്നപരിഹാരങ്ങൾ, ഇപ്പോൾ തടസ്സങ്ങളെ മറികടന്ന് ലക്ഷ്യങ്ങൾ കൈവരിക്കൽ, അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവില്ല. പിന്നെ അതിന് ആലോചനകൾ, ഇങ്ങനത്തെ എന്നിവ പ്രധാന തരം ചിന്തകളിൽ പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക ആ കാര്യങ്ങൾ മൊത്തം. ഓക്കെ,
അബോധാവസ്ഥയിൽ സംഭവിക്കുന്ന ചിന്തയെ അബോധ ചിന്ത എന്ന് വിളിക്കുന്നു. അപ്പോൾ നമുക്ക് അൺകോൺഷ്യസ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, അൺകോൺഷ്യസ് ആയിട്ടുള്ള തിങ്കിങ് എന്ന് വിളിക്കും. അതായത് അബോധമായിട്ട് നമുക്ക് ബോധമില്ലാതെ നമ്മൾ ചിന്തിച്ച കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പുറക്കത്തിൽ അങ്ങനെയൊക്കെ വരുന്ന ചിന്തകളാണെന്നുണ്ടെങ്കിൽ അതിന് അങ്ങനെ തന്നെ പറയും. ചില പ്രശ്നങ്ങൾ ബോധപൂർവമായ ശ്രമമില്ലാതെ പരിഹരിക്കപ്പെടുന്നത് അബോധ ചിന്തയുടെ ഫലമാണെന്ന് കരുതപ്പെടുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ചിന്തിക്കാതെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ വരുന്ന സാധനങ്ങളാണ്. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കാതെ തന്നെ നമുക്ക് ചിലതിന് പെട്ടെന്ന് നമ്മൾ പരിഹാരം കാണുമല്ലോ, നമ്മൾ പോലും അറിയാതെ. നമ്മൾ ബോധത്തോടു കൂടെ നമ്മൾ ചിന്തിച്ചുണ്ടാക്കിയതായിരിക്കില്ല, അത്രയേ ഉള്ളൂ, അത്ര വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പം അബോധവും ബോധം എന്ന് പറഞ്ഞാൽ എത്ര വ്യത്യാസമുള്ളൂ, അതിൽ കാര്യമായിട്ട് അങ്ങനെ വ്യത്യാസമില്ല. നെക്സ്റ്റ്, കോഗ്നിറ്റീവ് സൈക്കോളജി ചിന്തയെ വിവരങ്ങളുടെ പ്രോസസ്സിംഗ് പ്രക്രിയയായി കണക്കാക്കുന്നുണ്ട്. ചിന്ത എന്നത് ആശയങ്ങൾ പരിഗണിക്കുക, വിധികൾ രൂപീകരിക്കുക, തീരുമാനങ്ങൾ എടുക്കുക തുടങ്ങിയ ബോധപൂർവമായ മാനസിക പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. ഓർമ്മയും ഭാവനയും ചിന്തയുടെ ഉപവിഭാഗങ്ങളാണ്. ഓർമ്മയും ഭാവനയും എന്തായിരിക്കും, ചിന്തയുടെ ഉപവിഭാഗങ്ങളായി വരുന്നതാണ്. എന്നാൽ ധാരണ ചിന്തയുടെ ഭാഗമല്ല. ഈ പദങ്ങൾ വ്യക്തിഗതമായതോ ഗ്രൂപ്പിൻ്റേതായതോ ആയാൽ മാനസികാവസ്ഥകളെയോ ആശയങ്ങളുടെ സംവിധാനങ്ങളെയോ സൂചിപ്പിക്കാനും ഉപയോഗിക്കുന്ന ഒന്നാണിത്. ഈ സന്ദർഭങ്ങളിൽ വിശ്വാസം എന്നതിന് സമാനമായ അർത്ഥം ഇവയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ നമുക്ക് വരുന്ന ഒരു സാധനമാണ് മോട്ടിവേഷൻ എന്നുള്ളത്. എന്താണ് മോട്ടിവേഷൻ എന്നതിനെ പറ്റിയിട്ട് നമ്മൾ പറയും, അതും കൂടെയാണ് നമുക്കിതിൽ പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ തിങ്കിങ് എന്താണെന്ന് പറഞ്ഞു, ലേണിംഗ് എന്താണെന്ന് പറഞ്ഞു, ഇനി മോട്ടിവേഷൻ. ലക്ഷ്യങ്ങളെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ ഊർജ്ജം നൽകുന്ന പ്രേരക ശക്തിയാണ് പ്രചോദനം. അപ്പോൾ നമ്മൾ ലക്ഷ്യങ്ങളെ ലക്ഷ്യമാക്കിയിട്ട് നമുക്ക് പ്രവർത്തിക്കണമല്ലോ. ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, വലിയൊരു ഡോക്ടർ അല്ലെങ്കിൽ എനിക്ക് വലിയൊരു പ്രൊഫസർ ആവണമെന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് ലക്ഷ്യങ്ങളാക്കിയിട്ട് എന്ത് ചെയ്യണം, പ്രവർത്തിക്കണം. അപ്പോൾ ആ ഒരു പ്രവർത്തിക്കുന്നതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള എനർജിയാണ് നമ്മൾ എന്താ പറയുക, മോട്ടിവേഷൻ എന്ന് പറയുക. ഓക്കെ, ഇത് വ്യക്തിയുടെ പ്രവർത്തനങ്ങളുടെ ദിശ അല്ലെങ്കിൽ അതിൻ്റെ തീവ്രത അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യം കൈവരിക്കുന്നതിനൊക്കെയുള്ള നിശ്ചയദാർഢ്യം എന്നിവയൊക്കെ സ്വാധീനിക്കുന്ന ഒന്നാണിത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മോട്ടിവേഷന് വിവിധ രൂപങ്ങളുണ്ട് നമുക്ക് പറയാം. ബാഹ്യ പ്രചോദനങ്ങൾ, അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ തിരിച്ചറിഞ്ഞ കുറച്ച് പ്രചോദനങ്ങളുണ്ട്. അത് നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞ് ഐഡൻറ്റിഫൈ ചെയ്ത് ഇതുണ്ടാകും മോട്ടിവേഷനുകളുടെ. പിന്നെ ആന്തരിക പ്രചോദനം എന്ന് പറയുന്നത്, അതായത് എന്താ പറയുക, ഇൻട്രിൻസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻറ്റേർണൽ ആയിട്ടുള്ള മോട്ടിവേഷനുകൾ ഉണ്ടാകും. അന്തർമുഖ പ്രചോദനങ്ങൾ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ സംയോജിത നിയന്ത്രണങ്ങൾ. അപ്പോൾ ഇങ്ങനത്തെ ഓരോ സാധനങ്ങളുണ്ട്. അതിൽ മെയിൻലി നമ്മൾ പറയുന്നത് ആന്തരികം, അതായത് ഇൻട്രിൻസിക് ആയിട്ടുള്ള മോട്ടിവേഷനാണ്. വ്യക്തിയുടെ അകമഴിഞ്ഞ താല്പര്യം, പ്രവൃത്തിയിൽ നിന്നുള്ള ആസ്വാദനം അല്ലെങ്കിൽ അത് പൂർത്തിയാക്കിയതിനുള്ള തൃപ്തി എന്നിവയാൽ പ്രചോദിതമാകുന്ന ഒരു പ്രേരണയാണിത്. അപ്പോൾ ഇൻട്രിൻസിക് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിൻലി എങ്ങനെയായിരിക്കും, നമുക്ക് ഉള്ളിൽ നിന്ന് ഒരാൾക്ക് താല്പര്യം വരണം. അങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കായിരിക്കും നമ്മളെന്തെന്ന് പറയുക, ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുക. ഇപ്പോൾ ഒരു കുട്ടിക്ക് എക്സാമിന് പഠിക്കണമെന്നുണ്ട്. ആ കുട്ടിക്ക് ഉള്ളിൽ നിന്നുള്ള ഒരു ആഗ്രഹമാണത്, എനിക്ക് പഠിക്കുമ്പോൾ ഭയങ്കര സന്തോഷം കിട്ടുന്നുണ്ട്, അപ്പോൾ ആ കുട്ടി പഠിക്കുക. അപ്പോൾ അതിന് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്നാണ് നമ്മൾ അതിന് പറയുക. ഇനി ഇന്ന് എക്സ്ട്രിൻസിക് ഉണ്ട്. ബാഹ്യ ഘടകങ്ങളാൽ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ അവാർഡുകൾ ഒരാൾക്ക് കിട്ടി അല്ലെങ്കിൽ പുരസ്കാരങ്ങൾ കിട്ടി അല്ലെങ്കിൽ അയാൾക്ക് ഹോംവർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ടീച്ചറിൽ നിന്ന് അടി കിട്ടും, അങ്ങനെയൊക്കെ വരൂലേ. അല്ലെങ്കിൽ സാമൂഹികമായിട്ട് ഇപ്പോൾ ഇയാൾ ഈ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമൂഹം മൊത്തത്തിൽ ഇയാളെ അംഗീകരിക്കും. അങ്ങനെയൊക്കെ ആയി വരുന്ന സന്ദർഭങ്ങളിൽ നിരാശ എന്നിവ ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പലതിൻ്റെയും സമ്മർദ്ദത്താൽ ഇപ്പോൾ എനിക്കിതിൽ അവാർഡ് കിട്ടുമല്ലോ, അവാർഡ് കിട്ടണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഠിക്കണമല്ലോ, അങ്ങനെ പഠിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഈ ഹോംവർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നാളെ അടി കിട്ടുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പം ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്നാണ് പറയുക. അപ്പോൾ മറ്റുള്ളവർ സമ്മർദ്ദത്താൽ പ്രചോദിതമാകുന്ന ഒരു പ്രേരണ രീതിയാണിത്. പിന്നെ ഐഡൻറ്റിഫൈഡ് പ്രചോദനം ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തിത്വത്തിൻ്റെയും അതേപോലെ തന്നെ സെൽഫ് ഇമേജിൻ്റെ അടിസ്ഥാനത്തിൽ പ്രചോദിതമായ ഒരു സാധനത്തിനാണ് ഐഡൻറ്റിഫൈഡ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഒരു ഉദാഹരണം, ഒരാളുടെ വ്യക്തിത്വം സമൂഹത്തിൽ വളരെ വലിയൊരു വ്യക്തിയാണ് അയാളെന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണ്, ഞാൻ കള്ളൊക്കെ കുടിച്ച് നടന്നു കഴിഞ്ഞാൽ ആർക്കും എന്നെ റെസ്പെക്റ്റ് ഉണ്ടാവില്ല. സോ അയാൾ എന്ത് ചെയ്യില്ല, അതിന് നിൽക്കില്ല. അപ്പോൾ അയാൾ അതിന് നിൽക്കാതിരിക്കുക ഇയാളെ പ്രചോദിപ്പിച്ചത് എന്താണ്, അയാളുടെ ഐഡൻറ്റിഫൈഡ് മോട്ടിവേഷനാണ്. അയാൾക്കറിയാം അയാളുടെ സ്ഥാനം എവിടെയാണ് സമൂഹത്തിൽ നിന്ന്. ഓക്കെ, നെക്സ്റ്റ് അന്തർമുഖം, അതായത് ഇൻട്രോജക്റ്റഡ് മോട്ടിവേഷൻ എന്ന് പറയും. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ വ്യക്തിയുടെ അകത്ത് നിന്നുണ്ടാകുന്ന സമ്മർദ്ദങ്ങളാൽ, ഉദാഹരണത്തിന് കുറ്റബോധം, സ്വയം അഭിമാനം നിലനിർത്താനുള്ള ആഗ്രഹം, മറ്റുള്ളവരുടെ അംഗീകാരം നേടാനുള്ള പ്രേരണ എന്നിവ പ്രചോദിപ്പിക്കുന്ന ഒരു സാധനമാണ് ഇതെന്ന് പറയുന്നത് ഇൻട്രോജക്റ്റഡ് എന്ന് പറയുന്ന അന്തർമുഖമായിട്ടുള്ള പ്രചോദനം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ സംയോജിത പ്രചോദനം എന്ന് പറയും, ഇൻ്റഗ്രേറ്റഡ് എന്ന് പറയും. വ്യക്തിയുടെ മൂല്യങ്ങളുമായും ലക്ഷ്യങ്ങളുമായും ഒത്തുചേരുന്ന പ്രവർത്തനങ്ങൾ പ്രചോദിതമാണിത്. ഇപ്പോൾ നമുക്ക് ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടായി, മോട്ടിവേഷൻ. അപ്പോൾ അപ്പം ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംയോജിത പ്രചോദനം എന്ന് വെച്ചാൽ വ്യക്തിയുടെ മൂല്യങ്ങളുമായും ലക്ഷ്യങ്ങളുമായും ഒത്തുചേരുന്ന പ്രവർത്തനങ്ങൾ പ്രചോദിതമാണ്. ഇപ്പോൾ ഇയാളുടെ മൂല്യങ്ങൾ ഇയാളുടെ ലക്ഷ്യങ്ങളൊക്കെ ഒത്തുചേരുമ്പോൾ ഇയാൾക്കൊരു
സംയോജിത അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു മോട്ടിവേഷൻ കിട്ടും. അപ്പോൾ ഈ മോട്ടിവേഷൻ്റെ ഓരോ ടൈപ്സ് നമ്മൾ മനസ്സിലാക്കാതെ എന്താണെന്നും പഠിച്ചു വയ്ക്കുക കേട്ടോ. അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ മികച്ചത് കൈവരിക്കാനുള്ള ഒരാളുടെ താല്പര്യം, വിജയം നേടാനുള്ള ആഗ്രഹം, മികച്ചതായിരിക്കാനുള്ള ആഗ്രഹം എന്നിവയാൽ പ്രചോദിതമാകുന്ന ഒരു പ്രേരണയാണിത്. ഇത് വ്യക്തികളെ കഠിനാധ്വാനം ചെയ്യാനും പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാനും പ്രചോദിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആന്തരിക പ്രചോദനം എന്നുള്ളതാണ്. ഒരു സംഗീതജ്ഞൻ, അപ്പോൾ ഇനി ഓരോന്നിനും ഓരോ ഉദാഹരണങ്ങൾ പറയാണ് കേട്ടോ. ആന്തരിക പ്രചോദനത്തിനുള്ള ഉദാഹരണം എന്താണ്? ഒരു സംഗീതജ്ഞൻ സംഗീതം വായിക്കുന്നത് ആസ്വദിക്കുന്നതിനാൽ മണിക്കൂറുകളോളം അയാളത് പരിശീലിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സംഗീതജ്ഞന് സംഗീതം ഭയങ്കര ഇഷ്ടമാണ്, അയാൾക്ക് അത് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ അയാൾക്ക് എന്തായിരിക്കും ഇൻട്രിൻസിക് ആയിട്ടുള്ള മോട്ടിവേഷൻ ആയിരിക്കും. അത് എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ പറയാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രിൻസിക് ആയിട്ടുള്ള മോട്ടിവേഷനാണ്. ഉദാഹരണം പറയുന്നതാണ്, ഉയർന്ന ഗ്രേഡുകൾ നേടാനും മാതാപിതാക്കളെ സന്തോഷിപ്പിക്കാനുമായി ഒരു വിദ്യാർത്ഥി കഠിനാധ്വാനം ചെയ്യുന്നത് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ഉദാഹരണമാണ്. തിരിച്ചറിഞ്ഞ അതായത് ഐഡൻറ്റിഫൈഡ് പ്രചോദനം എന്ന് പറയുന്നത് എന്താണ്? ആരോഗ്യവാനും ഫിറ്റുമായിരിക്കാൻ ആഗ്രഹിക്കുന്നതിനാൽ ഒരു വ്യക്തി പുതിയ വ്യായാമ രീതിയിൽ ആരംഭിക്കുക. അപ്പോൾ ഒരാൾ ഭയങ്കര ഫിറ്റ് ആയിരിക്കണം എന്നുണ്ട്, അതുപോലെ തന്നെ അയാളുടെ ബോഡി നല്ല നോക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അയാൾ പുതിയ എക്സസൈസുകളിൽ തുടങ്ങുക. അതിനാണ് എന്തെന്ന് പറയുക, ഈ ഒരു ഉദാഹരണം പറയുക, തിരിച്ചറിഞ്ഞ ഐഡൻറ്റിഫൈഡ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞത്. പിന്നെ അന്തർമുഖ പ്രചോദനം എന്ന് പറഞ്ഞാൽ വ്യായാമം ചെയ്യുന്നില്ലെങ്കിൽ കുറ്റബോധം തോന്നുന്നതിനാൽ ആ വ്യക്തി ജിംനേഷ്യത്തിൽ, അതായത് ജിമ്മിന് പോകുന്നുണ്ട്, ഓക്കെ, അപ്പോൾ അയാൾക്ക് അങ്ങനെ തോന്നുന്നത് കാരണം അയാൾ വീണ്ടും വീണ്ടും ജിമ്മിന് പോകണം. അപ്പോൾ അതെന്തായിരിക്കും? ഒരു അന്തർമുഖ ആയിട്ടുള്ള ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ആയിരിക്കും അത്. പിന്നെ സംയോജിത പ്രചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, അപ്പോൾ അങ്ങനെ അതെങ്ങനെയായിരിക്കും വരിക? സ്വന്തം മൂല്യങ്ങളുമായും താല്പര്യങ്ങളുമായും യോജിക്കുന്നതിനാൽ ഒരു വ്യക്തി വികസനം ആരംഭിക്കുന്നു എന്ന കാരണത്താൽ. പിന്നെ അച്ചീവ്മെൻറ്റ് പ്രചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ലറ്റ് റെക്കോർഡ് ഭേദിക്കാൻ അല്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പ് നേടാനും പരിശീലിക്കുന്ന ഒരു അച്ചീവ്മെൻറ്റ് മോട്ടിവേഷനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും മോട്ടിവേഷൻ്റെ ടൈപ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. എന്താണ് ലേണിംഗ്, എന്താണ് മോട്ടിവേഷൻ എന്നതിനെ പറ്റിയിട്ട്, തിങ്കിങ്ങിനെ പറ്റിയിട്ടൊക്കെ നല്ലൊരു ഐഡിയ ഉണ്ടാക്കുക. എക്സാം സെറ്റാക്കിയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. അപ്പോൾ ഈ പോയിന്റുകൾ എന്തായാലും പഠിച്ചു വയ്ക്കുക. പിന്നെ എക്സാമിന് വരുന്നതിനനുസരിച്ച് ലോങ് ടൈം അല്ല, നമുക്ക് ഷോർട്ട് എസ്സേ അതേപോലെ തന്നെ ലോങ് എസ്സേ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നോക്കിയിട്ട് മാർക്ക് അനുസരിച്ചിട്ട് മാത്രം നിങ്ങൾ വലിച്ചു വാരി എഴുതുക. എഴുതുന്നത് കറക്റ്റ്, ഇപ്പോൾ ഒരു 5 മാർക്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അതിലൊരു, ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3/4 പേജെങ്കിലും എഴുതാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞ് നമ്മൾ തീരെ സമയം കളയാതെ നമ്മൾ വേറെ ഒന്നും നോക്കാതെ ആ ഒരു എക്സാം ഹാളിൻ്റെ ആ ഒരു ലാസ്റ്റ് ടൈമിൽ നമ്മൾ എത്ര സ്പീഡിലാണോ എഴുതുക, അതായത് ഇപ്പോൾ ലാസ്റ്റ് 5 മിനിറ്റ് അല്ലെങ്കിൽ ലാസ്റ്റത്തെ 10 മിനിറ്റ് നമ്മൾ എത്രത്തോളം സ്പീഡിൽ നമ്മൾ എഴുതും, ഒരു മിന്നൽ മുരളി കണക്ക് നമ്മളങ്ങനെ എഴുതുന്ന ആ ഒരു ലാസ്റ്റ് ടൈമിലായിരിക്കും. എന്നാൽ ഈ മിന്നൽ മുരളി ആ ഒരു എക്സാം തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് ടൈം നമുക്ക് സിമ്പിളായിട്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടി കഴിയും. സോ അത് ഫോക്കസ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് മൊഡ്യൂളായിട്ട് കാണാം. ടിൽ ദെൻ ബൈ.